സിംബയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒന്നുമില്ല, അവൻ ജസ്റ്റ് മഴയൊക്കെ പെയ്യില്ല, അപ്പോൾ അവൻ രാവിലെ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ വാർപ്പിൻ്റെ മുകളിലേക്ക് സ്റ്റെയർകേസ് വഴി കയറി പോകും, പുറത്തുള്ള സ്റ്റെയർകേസ് വഴി. അപ്പോൾ അവിടേക്ക് കയറിപ്പോൾ അവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ പാടത്ത് വെള്ളം നിറഞ്ഞുകൊണ്ട് അവിടെ കുറേ നായ്ക്കുട്ടികളും കുറേ നായ്ക്കളൊക്കെ വന്ന് അവിടെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട്, വെള്ളത്തിൽ ഓടിക്കാടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുരച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അവരവിടെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ അത് സൗണ്ട് കേട്ടിട്ട് ആൾ അവിടെ നിന്ന് കാണാൻ പറ്റില്ല, മതിൽ ഹൈറ്റുള്ളതുകൊണ്ട്. അപ്പോൾ അതിന് മുകളിൽ കയറി നോക്കി കുറേ. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ആൾ വാർപ്പിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു. അപ്പോൾ കയറാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ആൾ കയറിപ്പോയി. അതിന് ശേഷം ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പിന് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പിന് മുകളിൽ ജസ്റ്റ് ഒന്ന് കാലൊന്ന് തട്ടി. കാര്യമായിട്ട് തട്ടിയപ്പോൾ അതിൽ ഒന്ന് ചെറിയൊരു വലത്തെ കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നടക്കാൻ 2-3 ദിവസമായി. ഇപ്പോൾ അതാണ് വീഡിയോ ഒന്നും വരാതിരുന്നത്. അപ്പോൾ അവൻ ചെറുതായിട്ട് ഉണ്ട്, അങ്ങനെയാണ് ഏന്തി വലിച്ചാണ് അവൻ വരുന്നത്. നല്ല വേദന ഉണ്ട് അവന്. ചെറുതായിട്ട് ഇങ്ങനെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവൻ. ഉണ്ടോ, എഴുന്നേറ്റ് ഇപ്പോൾ കുറച്ച് ഭേദമായതാണ്, 2 ദിവസമായിപ്പോൾ. ചെറുതായിട്ട് വേദന. മുന്നേ അവിടെ കിടന്ന് ഇഴഞ്ഞേക്ക് വന്നേരം നീന്തിയിട്ട് വരുന്ന പോലെയൊക്കെ ഇതിനും വരുന്നുണ്ട് മുന്നേ നേരത്തെ. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇടയ്ക്ക് കുറച്ച് ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയപ്പോൾ. ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത് പറ്റിയിട്ട് അവനിങ്ങനെ കരഞ്ഞ് കിടക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഓടിച്ചെല്ലുമ്പോൾ വാരി എടുത്ത് കൊണ്ടുവരികയത്. ആ മഴയും പെയ്യുന്ന ചെളിയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ചെളിയിൽ നിന്നാണ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നവനെ. ഉണ്ടോ, അത് നടന്നു വരുന്നുണ്ട് പാവം. അപ്പോൾ അവനവിടെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുക, റൂമിലേക്കൊക്കെ ഇപ്പോൾ അതൊക്കെ വന്നിരുന്നില്ല, ഇങ്ങോട്ട് ഓടി ഒന്നും വന്നിരുന്നില്ല. അവിടെ തന്നെ ഇരിക്കുകയാണ് ഫുൾ ടൈം. എവിടെയെങ്കിലും എടുത്തി കഴിഞ്ഞാൽ ഫുൾ ടൈം കിടക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഭേദം വന്നതുകൊണ്ടാണ്. 2 ദിവസമായിട്ട് അനങ്ങുണ്ടായിരുന്നു, നിലത്ത് കിടന്ന് ഇഴഞ്ഞിട്ടേ വരിക. അപ്പോൾ ഞങ്ങൾ ചോറ് വാരി കൊടുക്കും, അതുപോലെ തന്നെ മടിയിൽ കിടത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെ തലോടി കൊടുക്കുകയായിരുന്നു. പുറത്തിറങ്ങാറേ ഇല്ല, അവിടെ തന്നെ ഇരിക്കും. എവിടെയും വെച്ച് അവിടെ തന്നെ ഇരുന്ന് നോക്കി ഇരുന്നൊക്കെ അറിയും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയായിട്ട് ഇപ്പോൾ ഓൾറെഡി.